ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമുക്ക് നമ്പർ തിയറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റിയൽ അനാലിസിസും അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസിലും പ്രീവിയസ് ഇയർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്തായാലും സെറ്റ് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 10⁻n + 3 × 4⁻n + 2 + lambda is divisible by 9 for all n element of natural numbers, then the least positive integral value of lambda. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താണ്, എന്നിന് ഏത് ചൂസ് ചെയ്യാം, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂ നമ്മുടെ ലാംഡയ്ക്ക് കൊടുക്കാൻ പറ്റിയത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ലാംഡയ്ക്ക് പറ്റിയ ഏറ്റവും ചെറിയ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റിജർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം തന്നെ എന്നിന് 1 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ 10⁻1 എന്ന് വെച്ചാൽ 10 + 3 × 4⁻1 + 2 + ലാംഡ. ഓക്കെ, അതായത് 10 + 3 × 4 12 + 2 + ലാംഡ എന്ന് പറയുന്നത് എന്താ, 10 + 14 എന്ന് പറയുന്നത് 24 + ലാംഡയാണ്. അപ്പോൾ ഈ പറയുന്ന നമ്പർ 9 ആയിട്ട് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു നമ്പർ 9 ആയിട്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഈ നമ്പറിലെ ഓരോ ഡിജിറ്റ്സിൻ്റെയും സം 9 9ൻ്റെ മൾട്ടിപ്പിൾസ് ആവണം. അപ്പോൾ ഇത് 9ൻ്റെ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 + 4 എന്താ, 6. ഓക്കെ, പ്ലസ് ലാംഡ. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ലാംഡയ്ക്ക് വരാവുന്ന വാല്യൂ എന്തായിരിക്കും, 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ എന്താണ് വരിക, ലാംഡയുടെ വാല്യൂ ഇവിടെ 3 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് P of n = 2⁻n less than n factorial, then the smallest positive integer for which P of n is true if. അതായത് P of n എന്ന് പറയുന്നത് ലെസ് ദാൻ 2⁻n, ഇവിടെ ഈക്വൽ ആണ്. P of n = 2⁻n ലെസ് ദാൻ n ഫാക്ടോറിയൽ ആവുന്ന ഏറ്റവും ചെറിയ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 2⁻1 ലെസ് ദാൻ 1 ഫാക്ടോറിയൽ ആണോ, 2⁻1 ലെസ് ദാൻ 1 ആണോ, അല്ല. അടുത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം, നമുക്ക് 2 ഇട്ട് കൊടുക്കാവേ. 2⁻2 ലെസ് ദാൻ 2 ഫാക്ടോറിയൽ ആണോ നോക്കാം. 2⁻2 എന്ന് വെച്ചാൽ 4 ലെസ് ദാൻ 2 ആണോ, അതും അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് 2⁻3 ലെസ് ദാൻ 3 ഫാക്ടോറിയൽ ആണോ നോക്കാം. 2⁻3 എന്ന് വെച്ചാൽ 8 ലെസ് ദാൻ 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 × 3 6, അതുമല്ല. ഇനി 2⁻4 ഇട്ട് കൊടുക്കാം. 2⁻4 ലെസ് ദാൻ 4 ഫാക്ടോറിയൽ ആണോ നോക്കാം. 2⁻4 എന്ന് പറയുന്നത് എന്താണ്, 16 ആണ്. 16 ലെസ് ദാൻ 24 അല്ലേ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പോസിറ്റീവ് ഇൻറ്റിജർ n³ + 2n ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ ആരായിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ n³ + 2n എപ്പോഴും ഡിവിസിബിൾ ബൈ ആരായിട്ട്, ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1³ + 2 × 1, അതായത് 2, ദാറ്റ് മീൻസ് 3 ആണ്. ഇനി നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ. 3 എന്തായിട്ടായിരിക്കും ഡിവിസിബിൾ വരിക ഈ നമ്പേഴ്സിൽ, യെസ്, 3 ആയിട്ടാണ് ഡിവിസിബിൾ ആകുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് n ഈസ് ഓഡ് ഇൻറ്റിജർ ആൻഡ് n² ഈസ് ഓഫ് ദ ഫോം. അപ്പോൾ n എന്ന് പറയുന്നത് 3 എടുത്തു, ഒരു ഓഡ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ n² എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഈ ഓഡ് ഇൻറ്റിജർ n² ഏത് ഫോമിലാണെന്നാണ് കിടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് 8k + 1, 8k - 1, 16k + 1, 16k - 1, ഇങ്ങനെ 4 ഓപ്ഷൻസാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 9നെ നമുക്ക് എങ്ങനെ എഴുതാം, 8 × 1 + 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഏത് ആൻസറാണ് വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n മൈനസ് നമ്മുടെ 1
such that 7 raised to 2n minus 48n minus 1 is divisible by എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതും എടുക്കാം, പക്ഷേ 1 എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 എടുത്തു. ഓക്കെ, അപ്പോൾ 7 raised to 2n എന്ന് വെച്ചാൽ 2 into 2 4, 7 raised to 4 minus 48 into 2 minus 1 നോക്കുവാണേ. അപ്പോൾ നമുക്ക് 2304 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്പർ ഇതിൽ ആരുമായിട്ടാണ് ഡിവിസിബിൾ ആകുന്നത്? യെസ്, 2304 ആയിട്ട് ഡിവിസിബിൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പി ഓഫ് എൻ ഈക്വൽ ടു 49 raised to n plus 16 raised to n plus lambda is divisible by 64 for n element of natural numbers is true, then the least negative integer value of lambda is. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് -3 ആണോ, -2 ആണോ, -1 ആണോ, -4 ആണോ എന്നാണ് ഓപ്ഷൻസ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇഫ് പി ഓഫ് എൻ തന്നിട്ടുണ്ട്, അത് ആരുമായിട്ടാണ് ഡിവിസിബിൾ ആകുന്നത്? ഈസ് ഡിവിസിബിൾ ബൈ 64 ഫോർ എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ ലീസ്റ്റ് നെഗറ്റീവ് ഇൻറ്റീജർ വാല്യൂ ഓഫ് ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയ സ്ഥിതിക്ക് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 49 raised to 1 49 itself, 16 raised to 1 16 itself plus lambda. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 49 plus 16 എന്ന് പറഞ്ഞാൽ 65 plus lambda ആണ്. ഈ 65 plus lambda 64 ആയിട്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ലാംഡയ്ക്ക് വരാവുന്ന വാല്യൂ എന്താ? -1 അല്ലേ? എന്നാലാണോ 64 ആവുള്ളൂ, എന്നാലാണ് 64 വെച്ച് ഡിവിസിബിൾ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. 1 by n into n plus 1. ഇതിൻ്റെ SN കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ S1 എന്ന് പറയുന്നത് എന്താ? 1 by 1 into 2 1 by 2 ആണ്. S2 എന്ന് പറയുന്നത് 1 by 6 ആണ്. ഓക്കെ, സോറി 1 by 2 പ്ലസ് 1 by 6 ആണ്, അതായത് 4 by 6. ഓക്കെ, ദാറ്റ് മീൻസ് 2 by 3 ആണ്. ഇനി S3 എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൻ്റെയും സമ്മ്, അതായത് 1 by 2 പ്ലസ് 1 by 6 പ്ലസ് 1 by 12, അതായത് 2 by 3 പ്ലസ് 1 by 12 എന്ന് പറയുന്നത് 9 by 12 which is equal to 3 by 4. അപ്പോൾ നോക്കിക്കേ, ആദ്യം 1 by 2, പിന്നെ 2 by 3, പിന്നെ 3 by 4. ഇതിലെന്തെങ്കിലും നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ n/n+1 അല്ലേ? എന്നിന് 1 കൊടുക്കുമ്പോൾ 1 by 2, എന്നിന് 2 കൊടുക്കുമ്പോൾ 2 by 3, എന്നിന് 3 കൊടുക്കുമ്പോൾ 3 by 4. അപ്പോൾ ഇവിടെ SN എന്ന് പറയുന്നത് എന്താണ്? n/n+1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 minus 1 by n plus 1 minus 2 by n plus 1 minus 3 by n plus etc. n terms. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് SN കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 minus 1 by n plus 1 minus 2 by n plus 1 minus 3 by n plus etc. അപ്പോൾ ഇതിൽ നമുക്ക് 1 plus 1 plus 1 plus etc. എടുക്കാം, മൈനസ് ഒരു 1 by n കോമൺ എടുത്താൽ 1 by n കോമൺ എടുത്താൽ എന്ത് വരും? 1 plus 2 plus 3 plus etc. വരും. ഇത് എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ്. മൈനസ് 1 by n ഇൻറ്റു 1 plus 2 plus 3 plus etc. എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n plus 1 by 2 അല്ലേ? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു n plus 1 by 2 ആണ്. ഈ എന്നും എന്നും ക്യാൻസൽ ആവും, റിമൈനിങ് എന്ത് വരും? n മൈനസ് n plus 1 by 2 വരും. ഓക്കെ, അതായത് 2n മൈനസ് n plus 1 by 2 which is equal to n plus 1 by 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോറി, 2n മൈനസ് n മൈനസ് 1, അപ്പോൾ n മൈനസ് 1 by 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ?
അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് സം കാണാൻ പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ S1 S2 S3 എടുത്ത് ആ പാറ്റേൺ മനസ്സിലാക്കുക. ഇതുപോലെ 1 ഒക്കെ വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 20 സ്ക്വയർ. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് അറിയാം. അപ്പോൾ അതിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുമോ എന്നാണ് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 1 × 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 × 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 × 2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 × 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 2 സ്ക്വയർ കോമൺ എടുക്കാം. 2 സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ 4 വരും. റിമൈനിങ് എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ വരും. നമുക്ക് വേണ്ട കാര്യമായി. ഓക്കെ, ഇതെന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n × n+1 × 2n+1/6 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താ? 10 × n+1 എന്ന് പറഞ്ഞാൽ 11 × n+2 എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ n × n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. നമുക്ക് 1540 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് അങ്ങനെ കാണുമ്പോൾ തന്നെ ഓർക്കുക, നമുക്കറിയാവുന്നത് എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് ആണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതിലേക്ക് ആക്കാൻ വേണ്ടി 2 സ്ക്വയറിന് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ × 2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ 1 × 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് സമ്മേഷൻ k = 1 to 2n+1 - 1 ഹോൾ റൈസ് ടു k - 1 k സ്ക്വയർ = 2. അപ്പോൾ നമുക്ക് ഇവിടെ k = 1 to 2n+1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം n-ന് 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, n-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ സമ്മേഷൻ k = 1 to 2n 2 × 1 2 + 1 3. ഓക്കെ, -1 ഹോൾ റൈസ് ടു k - 1 × k സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആദ്യം 1 ഇട്ട് കൊടുക്കുക, അതായത് -1 ഹോൾ റൈസ് ടു 1 × 1 സ്ക്വയർ പ്ലസ് അടുത്തത് -1 ഹോൾ സ്ക്വയർ × 2 സ്ക്വയർ പ്ലസ് അടുത്തത് -1 ഹോൾ റൈസ് ടു 3 × 3 സ്ക്വയർ എന്ന് പറയുന്നത് -1 പ്ലസ് 4 പ്ലസ് -9 അല്ലേ? -1 ശരിയല്ലേ? ഇവിടെ k - 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഹോൾ റൈസ് ടു 0 വരും. ഓക്കെ, ഇവിടെ 1 വരും, ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായി പോവും? 0 ആയി പോവും. പ്ലസ് ഇവിടെ -1 ഹോൾ റൈസ് ടു 1 എന്ന് പറയുന്നത് -4, ഇവിടെ +9. ഓക്കെ, അപ്പോൾ -4 + 9, ഇവിടെ -1 ഹോൾ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. 1 - 4 + 9 എന്ന് പറയുന്നത് എന്താണ്? 6. അപ്പോൾ ഈ 6 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അതായത് n-ന് നമ്മൾ ഈ ഓപ്ഷൻസിൽ 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 6 കിട്ടണ്ടോ നോക്കുക. ഈ സെക്കൻഡ് ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ 1 + 1 × 2 × 1 2 + 1 3 × 2 6 കിട്ടണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? നമ്മൾ n-നൊരു വാല്യൂ ഇട്ട് കൊടുത്തു. ആ വാല്യൂ വെച്ച് കിട്ടുന്ന ആൻസർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എവിടെയാണെന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എനി നാച്ചുറൽ നമ്പർ n 2 raised to n into n minus 1 factorial less than n raised to n if. അപ്പോൾ നമ്മളോട് n less than 2 ആണോ, n greater than 2 ആണോ, n greater than or equal to 2 ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് 1 ഇട്ട് കൊടുക്കാം. n is equal to 1 വരുമ്പോൾ എന്താ? 2 raised to 1 into 1 minus 1 factorial. 1 minus 1 factorial എന്ന് പറഞ്ഞാൽ 0 factorial, that means 1. അപ്പോൾ ഈ 1 into 2 2. 2 ലെസ് ദാൻ 1 ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? നമുക്ക് ജസ്റ്റ് 2 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 raised to 2 എന്ന് വെച്ചാൽ എന്താണ്? 4 into n minus 1 factorial. അതായത്
2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ഫാക്ടോറിയൽ. സോ 4 ഇൻറ്റു 1 ലെസ് ദാൻ n റേസ് ടു n. n എന്ന് പറയുന്നത് 2 റേസ് ടു 2 അല്ലേ. അപ്പോൾ 4 ലെസ് ദാൻ 4 ആണോ? അതുമല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കുക n ഈക്വൽ ടു 3. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 മൈനസ് 1 ഫാക്ടോറിയൽ ലെസ് ദാൻ 3 റേസ് ടു 3. ഓക്കെ, ഇനി 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ഇൻറ്റു 2 ഫാക്ടോറിയൽ ലെസ് ദാൻ 27. 3 ക്യൂബ് എന്ന് വെച്ചാൽ 27. 8 ഇൻറ്റു 2 ഫാക്ടോറിയൽ 8 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 16 ലെസ് ദാൻ 27 ആണ്. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിനെ എവിടെ മുതലാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 2 ആവണം. ലെസ് ദാൻ 2 പറ്റുമോ? ഇല്ല. 2 കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. കറക്റ്റ് എന്താണ്? കറക്റ്റ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണം. n ഗ്രേറ്റർ ദാൻ 2 ആവണം. ഓക്കെ, സോ ദിസ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇനി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50th ടേം ഓഫ് 2 + 3 + 6 + 11 + 18 + എക്സെട്ര. അപ്പോൾ നമുക്ക് ആ SN കിട്ടുവാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ SN കാണാൻ വേണ്ടി നമുക്ക് ഈ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0² + 2 എന്ന് എഴുതാം. അതുപോലെ 3നെ 1² + 2 എന്ന് എഴുതാം. 6നെ എങ്ങനെ എഴുതാം? 2² + 2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതെന്ന് പറയുന്നത് n - 1 ഹോൾ സ്ക്വയർ + 2 അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അവിടെ എന്തിട്ട് കൊടുത്താൽ മതി? എന്നിന് 50 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു പാറ്റേൺ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഒത്തിരി ടൈം അതിൽ സ്പെൻഡ് ചെയ്യാണ്ട് ലാസ്റ്റൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നെക്സ്റ്റ് വൺ, ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. 1 × 2 × 3 എന്ന് പറയുന്നത് എന്താ? 6. 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. വേറൊരു നമ്പർ നോക്കാം. 2 × എന്താ 4 × എളുപ്പമുള്ളത് എടുക്കാം. 2 × 3 × 4 അതും എന്താണ്? ഡിവിസിബിൾ ബൈ 6 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് തന്നെ പറയാൻ പറ്റും? ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഈസ് ഡിവിസിബിൾ ബൈ 6 ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ n ഗ്രേറ്റർ ദാൻ 2 ആൻഡ് n എലമെൻറ്റ് ഓഫ് n, ദ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് x - n. അപ്പോൾ നമ്മളോട് ഇവിടെ ദ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആണ് ചോദിച്ചേക്കുന്നത് ഓഫ് x - 1 ഫോർ n ഗ്രേറ്റർ ദാൻ 2 ആൻഡ് n എലമെൻറ്റ് ഓഫ് n. അപ്പോൾ നമുക്കിവിടെ എന്നിന് 3 ഇട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകുന്നത് ഡിഗ്രി ഈവൻ ആകുമ്പോഴും മൈനസ് കോൺസ്റ്റൻ്റ് ആകുന്നത്, അതായത് മൈനസ് കോൺസ്റ്റൻ്റ് എടുക്കുന്നത് ഡിഗ്രി ഓഡ് ആകുമ്പോഴാണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ദ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് x - n ഇൻറ്റു ഈ ടേം ആണ്, അതുകൂടി ഓർക്കുക. ഓക്കെ, സോ നമുക്ക് എന്നിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ x - 3 ഇൻറ്റു x² മൈനസ് 2 × 3 ദാറ്റ് മീൻസ് 6x ഹോൾ സ്ക്വയർ. ഇവിടെ x² മൈനസ് 2 × 3 6x ഹോൾ സ്ക്വയർ പ്ലസ് 2 × n ദാറ്റ് മീൻസ് 3² 18. 2 × 3² 18 മൈനസ് 5 ഇൻറ്റു x² മൈനസ് 2 × 3 6x പ്ലസ് ഇവിടെ എന്താ വരുന്നത്? 3⁴. 3⁴ എന്ന് പറയുന്നത് 81 മൈനസ് 5 × n² 45 പ്ലസ് 4 ഈക്വൽ ടു 0. ഓക്കെ, നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമ്മുടെ x - 3 അവിടെ നിൽക്കട്ടെ. ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x - 3 ഇൻറ്റു x⁴ മൈനസ് 12x³ പ്ലസ് 36x² പ്ലസ് 13x² മൈനസ് 78x പ്ലസ് 40 ഈക്വൽ ടു
0. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ x-3 ഇൻറ്റു സംതിങ് ഒരു പോളിനോമിയൽ ഡിഗ്രി 4 ആയിട്ടുള്ളൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്, അതൊരു ഓഡാണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഓഡാണ്. ഓഡാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് -3, അതായത് മൈനസ് കോൺസ്റ്റൻ്റ് ആണ് എടുക്കേണ്ടത്, ഇൻറ്റു എന്ത് ചെയ്യണം, ഇതിൻ്റെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ഇവിടെ എന്താണ് 40 ആണ്. അപ്പോൾ ഈവൻ ആയതുകൊണ്ട് നമുക്ക് ആ 40 അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ 3 × 40 ദാറ്റ് മീൻസ് 120 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. നമ്മളോട് ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് കാണാൻ പറഞ്ഞെങ്കിൽ ഡിഗ്രി ഈവൻ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് എടുക്കുക, അതുപോലെ തന്നെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ എന്താണ് മൈനസ് കോൺസ്റ്റൻ്റ് എടുക്കുക. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കൊടുത്ത് ചെയ്യണേക്കാൾ ബെറ്റർ സെയിം ആൻസർ തന്നെ കിട്ടുക. ഇതിപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും ഈ -3 × 40 എന്ന് പറയുന്നത് എന്താ, -120 ആണ്. ഇവിടെ x⁵5 എന്ന് പറയുന്നത് എന്താ, ഡിഗ്രി 5 ആണ്, ഓഡാണ്. സോ minus of -120 that means 120 itself. Okay, question, the highest integer value of n such that 3 raised to n divides 17,49,600. ഓക്കെ, അപ്പോൾ എന്നിന് വരാവുന്ന വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറയുന്ന നമ്പറിനെ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. എത്ര പ്രാവശ്യം 3 വെച്ച് പറ്റുമെന്ന് നോക്കുക. അപ്പോൾ മോർ ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് 9 വെച്ച് നോക്കാം, അല്ലെങ്കിൽ 81 വെച്ച് നോക്കാം. ഓക്കെ, അതായത് 9 × 9, അപ്പോൾ ഒറ്റയടിക്ക് കാര്യം തീരുമല്ലോ. അപ്പോൾ ഞാനിവിടെ 1 7 4 9 6 വരെ എടുത്താൽ മതി. 81 വെച്ച് സിംപ്ലിഫൈ ചെയ്യാവോ നോക്കി, അപ്പോൾ 2 1 6 കിട്ടി. ഓക്കെ, ഇവിടെ ഇത് 81 വെച്ച് പോസിബിൾ അല്ല, 9 വെച്ച് പോസിബിൾ ആണോ നോക്കാനായിട്ട് 2 + 1 3 + 6 9. അപ്പോൾ ഞാൻ 9 വെച്ച് നോക്കുകയാണ്. 9 വെച്ച് നോക്കുമ്പോൾ 24 കിട്ടി. ഇത് 9 വെച്ച് അല്ല, അപ്പോൾ 3 തന്നെ എടുക്കേണ്ടി വരും. 3 എടുക്കുമ്പോൾ 8. അപ്പോൾ ഇവിടെ ഒരു 3 വന്നു, ഇവിടെ 2 3 വന്നു, ഇവിടെ എത്ര 3 വന്നു, 4 എണ്ണം വന്നു. സോ 4 + 2 6 + 1 7 ടൈംസ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ എന്താ, 7 ടൈംസ് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡിവിസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു നമ്പർ കണ്ടപ്പോൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു. അതായത് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 9 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എങ്കിൽ ആ നമ്പർ 9 വെച്ച് ഡിവിസിബിൾ ആണ്. അതുപോലെ തന്നെയാണ് 3ൻ്റെ കേസിലും. ഓക്കെ, 3യും ഈ പറയുന്ന പോലെ തന്നെ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്താണ്, സം ഓഫ് ദ ഡിജിറ്റ്സ് 3 അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസോ ആണെങ്കിൽ നമുക്ക് 3 വെച്ചാണ് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ 2ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവസാനം വരുന്ന നമ്പർ ഈവനോ അല്ലെങ്കിൽ 0 ആണെങ്കിൽ 2ൻ്റെ കാര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ 0യും 5ഉം ആണെങ്കിൽ 5 വെച്ച് ഡിവിസിബിൾ ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇനി വേറൊരെണ്ണമാണ് 4 ആണെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവിസിബിൾ ആവണം. എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, അവസാനത്തെ 2 ഡിജിറ്റ് എന്ത് വെച്ച് ഡിവിസിബിൾ ആവണം, 4 വെച്ച് ഡിവിസിബിൾ ആവണം. അല്ലെങ്കിൽ അവസാനം 2 സീറോസ് ഉണ്ടെങ്കിലും എന്താണ്, 4 വെച്ച് ഡിവിസിബിൾ ആണ്. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് 8 ആണെങ്കിൽ അവസാനത്തെ 3 ഡിജിറ്റ്സ് എന്താണ് 8 കൊണ്ട് ഡിവിസിബിൾ ആവുകയും വേണം, അതൊരു കണ്ടീഷൻ. അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ അവസാനം 3 സീറോസ് ആണെങ്കിൽ 8 വെച്ച് ഡിവിസിബിൾ ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ 4ൻ്റെ കേസിലാണെങ്കിൽ പറഞ്ഞു, 6ൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ആ നമ്പർ 2 വെച്ചും ഡിവിസിബിൾ ആവണം, അതുപോലെ തന്നെ 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ 6 വെച്ച് ഡിവിസിബിൾ ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, 2 വെച്ച് ഡിവിസിബിൾ ആവണം, 3 വെച്ച് ഡിവിസിബിൾ ആവണം. ഇനി 11 ആണെങ്കിൽ അതായത് ഓൾട്ടർനേറ്റീവ് പ്ലേസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെറ്റ് കിട്ടുമല്ലോ. ജസ്റ്റ് അത് മൈനസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ 11 ആവണം, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആവണം, അല്ലെങ്കിൽ 0 ആവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 4 5 6 ഇത് ഓൾട്ടർനേറ്റ് അല്ലേ. 1 + 5 6, 4 + 6 10. അപ്പോൾ 10 - 6 എന്ന് പറയുന്നത് എന്താ, 10 - 6 4 ഈ പറയുന്ന 0 ആണോ, അല്ല. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. അപ്പോൾ ഈ പറയുന്ന നമ്പർ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഡിവിസിബിലിറ്റി വരുന്ന കാര്യമാണ്.
ഇനി അത് വെച്ചുകൊണ്ട് ചോദിച്ചിരുന്ന പ്രോബ്ലംസാണ്. നമുക്ക് ആ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 45. അപ്പോൾ 45 പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. 45 എന്ന് പറയുന്നത് എന്താ, 9 ഇൻറ്റു 5 ആണ് എന്ത്, 45. അപ്പോൾ നമ്മൾ ഈ 181560 ഈ നമ്പർ 5 വെച്ച് ഡിവിസിബിളാണ്. ഈ രണ്ടാമത്തെ നമ്പറും 5 വെച്ച് ഡിവിസിബിളാണ്. മൂന്നാമത്തെ നമ്പറും 5 വെച്ച് ഡിവിസിബിളാണ്. ലാസ്റ്റ് നമ്പർ 5 വെച്ച് ഡിവിസിബിൾ അല്ല, അത് ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഈ പറയുന്ന നമ്പേഴ്സ് 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്നും കൂടി നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സം ഓഫ് ഡിജിറ്റ്സ് എന്താവണം, 9 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ 1 + 8 9 + 1 10 + 5 15 + 6 21 ഡിവിസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 2 + 0 2 2 + 2 4 4 + 6 10 10 + 8 18 9 വെച്ച് ഡിവിസിബിൾ അല്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും മറ്റേ ഡിവിസിബിലിറ്റി എന്നുള്ള പ്രോബ്ലംസ് വരിക. അപ്പോൾ ഈസിയാണ്. അപ്പോൾ റൂള് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 99. അപ്പോൾ 99 എന്ന് പറയുമ്പോൾ നമുക്കിതിനെ 9 × 11 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം, അതുപോലെ തന്നെ 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്നും നോക്കുക. അപ്പോൾ നമുക്ക് 9 വെച്ച് ഡിവിസിബിലിറ്റി നോക്കാം. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് എ എടുക്കുമ്പോൾ ഇവിടെ 9 വെച്ച് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ മതി. ഓക്കെ, അതായത് 3 + 5 8 8 + 2 10 10 + 7 17 17 + 4 21 21 + 4 25 9 വെച്ച് ഡിവിസിബിൾ അല്ല, എലിമിനേറ്റ് ചെയ്ത് കളയും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ 1 + 3 4 4 + 5 9 9 + 1 10 10 + 9 19 19 + 2 21 അതും പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, 9 + 1 10 10 + 3 13 13 + 4 17 17 + 10 27 9 വെച്ച് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, 11 വെച്ച് പോസിബിൾ ആണോ നോക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പ്ലേസ് എടുക്കുക. അതായത് 9 1 3 4 6 4 ആലോ. ഓക്കെ, അപ്പോൾ 9 + 3 എന്ന് വെച്ചാൽ 12 12 + 6 18 അപ്പോൾ 18 കിട്ടി. ഇനി അടുത്തത് 1 + 4 5 5 + 4 9 18 - 9 എന്ന് പറയുന്ന 9 11 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണെന്ന് തന്നെ ഉറപ്പിക്കാം. എന്നാലും നമുക്ക് നോക്കാം. 1 + 1 2 2 + 4 6 6 + 3 9 9 + 9 18 കിട്ടും. അപ്പോൾ 9 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി ഓൾട്ടർനേറ്റീവ് പ്ലേസസ് എടുക്കുകയാണെങ്കിൽ 1 + 4 5 5 + 4 9 കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഓൾട്ടർനേറ്റീവ് പ്ലേസ് എടുക്കുമ്പോൾ 1 + 3 4 4 + 5 9 9 - 9 0. അപ്പോൾ ഒന്നില്ലെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആവണം. അപ്പോൾ ഇവിടെ 0 വന്ന സ്ഥിതിക്ക് ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ 42573 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 72 ദെൻ ദ മിനിമം വാല്യൂ ഓഫ് സ്റ്റാർ. അപ്പോൾ ഈ 72നെ നമുക്ക് എങ്ങനെ എഴുതാം, 9 × 8 ആലോ. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ 72 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 9 കൊണ്ട് ആ നമ്പർ ഡിവിസിബിൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് 4 + 2 എന്താ 6 6 + 5 എന്ന് പറയുന്നത് 11 11 + 7 18 18 + 9 21 സ്റ്റാർ. അപ്പോൾ ഇവിടെ എന്താണ്, 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ 21 + എന്തും കൂടി വേണം, 21 + 9 വന്നെങ്കിൽ 8 വരണ്ടേ. ഓക്കെ, സോറി 21 സ്റ്റാർ ആലോ. അപ്പോൾ ഇവിടെ 2 + 1 3 3 + സ്റ്റാർ 3 + എത്രയും കൂടി വന്നാലാ 6 വരണം. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. ഓക്കെ, അപ്പോൾ 21ഉം സ്റ്റാർ നോക്കാൻ നിൽക്കരുതേ. ഓക്കെ, ഇപ്പോൾ 21ഉം സ്റ്റാർ നോക്കിയാലും 21 + 6 എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ 2 + 1 3 3 + എത്രയാണ് നോക്കിയാലും മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രോഡക്റ്റ് 4864 4864 into 9p2 is divisible by 12, then the value of p. 12 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതായത് 4 കൊണ്ടും 3 കൊണ്ടും എന്താണ് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 4864 into 9p2
2. അപ്പോൾ ഈ അവസാനത്തെ 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് 4 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പം നമുക്ക് ഇത് ഈ പറയുന്ന 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അതായിരിക്കും ഒന്നും കൂടി എളുപ്പം അല്ലേ. അപ്പോൾ 9 + 2 എന്ന് പറയുന്നത് 11 പ്ലസ് സംതിങ് ആവണം എന്ത്, നമ്മുടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 11 + 1 12 3 വെച്ച് ഡിവിസിബിൾ ആയാലും അപ്പോൾ പിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. n is a whole number which when divided by 4 gives remainder 3. What will be the remainder when 2n is divided by 4? അപ്പോൾ n എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. അവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4 + 3 7 ആയിരിക്കും ആ നമ്പർ. ഓക്കെ, ഇനി 2n is divided by 4 ആകുമ്പോൾ ആ റിമൈൻഡർ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 × n എന്ന് പറയുന്നത് എന്താ? 7. സോ 2 × 7 14നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 12 2 ആണ് റിമൈൻഡർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നമ്പർ ഡിവൈഡഡ് ബൈ 6 ലീവ്സ് എ റിമൈൻഡർ 3. അപ്പോൾ ആ നമ്പർ എന്തായിരിക്കും? 6 + 3 9 ആയിരിക്കും. വെൻ ദ സ്ക്വയർ ഓഫ് ദ നമ്പർ, അതായത് 9ൻ്റെ സ്ക്വയർ എന്താണ്? 81 ഈസ് ഡിവൈഡഡ് ബൈ 6. 81നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് എന്ത് കിട്ടുക? റിമൈൻഡർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണോ? Question. Which one of the following number will completely divide 4^61 plus 4^62 plus 4^63 plus 4^64? അപ്പോൾ ഏത് നമ്പറാണ് ഈ പറയുന്ന നമ്പറിന് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 4^61 4^62 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 4^61 കോമൺ എടുത്തു. അപ്പോൾ റിമൈനിങ് ഇവിടെ എന്തുണ്ട്? 4 + 4 + 4 സ്ക്വയർ + 4 ക്യൂബ് ആണ് റിമൈനിങ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഓക്കെ ആലോ. ഇനി 4^61 × 1 + 4 + 4 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. അതുപോലെ തന്നെ 4 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 4 ക്യൂബ് എന്ന് വെച്ചാൽ 64 എന്ന് പറയുന്നത് 4^61 × 85 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 4 ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് വരും? 4^60 × 4 × 85 ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് വരും? 4^60 × 340. ഓക്കെ, 4^60 എന്തും ആയിക്കോട്ടെ ഇൻറ്റു 340 എന്ന് പറയുമ്പോൾ അറ്റ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് അവിടെ എന്തുണ്ടാവും? ഒരു 0 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് ഡിവിസിബിൾ ആയിരിക്കും? ആ പറയുന്ന നമ്പർ 10 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് വെച്ച് ഡിവിസിബിൾ ആണ്? ഓപ്ഷൻ ബി 10 ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് കോമൺ എടുക്കാൻ നോക്കുക. എന്നിട്ട് ബാക്കി അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 85 × 4 അവസാനം ഒരു 0 ആണ് വരുന്നതെന്നുള്ള കാര്യം അറിയാം. ഒരു 4 കൊടുത്താൽ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മളൊരു 4 കൊടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് പറയാം. അതായത് a⁻n - b⁻n അത് a-b കൊണ്ട് ഡിവിസിബിൾ ആവുന്നത് ഈ പറയുന്ന a-b എന്ന് പറയുന്നത് a-b കൊണ്ട് ഡിവിസിബിൾ ആകുന്നത് n എപ്പോഴാകുമ്പോഴാണ്? n ഓഡ് ആകുമ്പോഴാണ് a⁻n - b⁻n ആരെ കൊണ്ട് ഡിവിസിബിൾ ആകുന്നത്? a-bയെ കൊണ്ട് ഡിവിസിബിൾ ആകുന്നത്. ഇനിയിപ്പോൾ n ഈവൻ ആണെങ്കിൽ ഈ a⁻n - b⁻n ആരെ കൊണ്ടൊക്കെ ഡിവിസിബിൾ ആയിരിക്കും? a-b കൊണ്ടും a+b കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ ആണോ? a⁻n - b⁻n n ഓഡാണെങ്കിൽ a-b കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. n ഈവൻ ആണെങ്കിൽ a-b കൊണ്ടും a+b കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഇനി a⁻n + b⁻n അവിടെ ഈ പറയുന്ന n ഓഡാണെങ്കിൽ എന്തായിരിക്കും? a+b കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ a⁻n + b⁻n അപ്പോൾ അവിടെ എന്താണ്? a+b കൊണ്ട് ഡിവിസിബിൾ ആണ് എപ്പോൾ? n എന്ന് പറയുന്നത് ഓഡാകുമ്പോൾ.
ഓക്കെ ആണോ? ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇനിയുള്ള പ്രോബ്ലംസ്, ഇനി വരുന്ന 4 പ്രോബ്ലംസ് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാവേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ കംപ്ലീറ്റ്ലി ഡിവൈഡ് 49 മൈനസ് 1. 49 മൈനസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ a⁻n മൈനസ് 1 ഇപ്പോൾ 15 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ b⁻n എന്ന് എഴുതാലോ. ഓക്കെ, ഇവിടെ a എന്ന് പറയുന്ന 49, b എന്ന് പറയുന്ന 1, n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇനി ഇവിടെ n എന്ന് പറയുന്നത് 15 എന്താണ്? ഈവൻ ആണോ ഓഡാണോ? ഓഡാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഓഡാണെങ്കിൽ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? a മൈനസ് ബി കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. a മൈനസ് ബി, അതായത് 49 മൈനസ് 1, 48 കൊണ്ട് ഈ ഡിജിറ്റ് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഓർക്കുക, a മൈനസ് ബി കൊണ്ടാണ് ഡിവിസിബിൾ ആകുന്നത്. n ഓഡാണെങ്കിൽ ഈവൻ ആകുമ്പോൾ, ഈവൻ എന്ന് പറയുമ്പോൾ തന്നെ 2 എണ്ണം ഉണ്ടെന്ന് ഓർക്കുക. a മൈനസ് ബിയും a പ്ലസ് ബി ഉണ്ടെന്ന് ഓർക്കുക. ഇനിയിപ്പോൾ a⁻n പ്ലസ് b⁻n ആണെങ്കിൽ a പ്ലസ് ബി കൊണ്ടാണ് ഡിവിസിബിൾ ആകുന്നത്, അവിടെ n ഓഡാകുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the remainder when 67 plus 67 is divided by 68? അപ്പോൾ what will be the remainder when? അപ്പോൾ ഈ ഫോമൊക്കെ കാണുമ്പോൾ തന്നെ ഓർക്കുക, നമ്മുടെ ആ പറയുന്ന പ്രോപ്പർട്ടീസ് വെച്ചായിരിക്കും ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 67 പ്ലസ് 67 എന്നാലോ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 67 പ്ലസ് 1 പ്ലസ് 66 എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഞാൻ ഈ 67നെ എനിക്ക് ഇവിടെ ഇപ്പോൾ a⁻n ആയിട്ടുള്ളൂ, എനിക്കൊരു b⁻n കൂടി എന്തായാലും വേണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഒരാളെ എക്സ്ട്രാ എടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, a⁻n പ്ലസ് b⁻n ഫോമാണ്. ഇവിടെ n എന്ന് പറയുന്ന ഓഡാണ്. അപ്പോൾ ഇത് ആരുമായിട്ട് ഡിവിസിബിൾ ആയിരിക്കും? 67 പ്ലസ് 1 ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ്? 68 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ബാലൻസ് ഈ കിടക്കുന്ന ആളായിരിക്കും എന്ത്? നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the remainder when 17 is divided by 18? അപ്പോൾ ivideയും ഈ പറയുന്ന പോലെ 17 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? 17 ഇവിടെ നമുക്ക് ഒരു -1 പ്ലസ് 1 എന്ന് എഴുതണതിന് പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പോൾ 17 ഞാൻ എങ്ങനെ എഴുതി? വേറെ ചെയ്യാൻ എനിക്ക് ഒരു ഓപ്ഷനുമില്ല. അപ്പോൾ 17 എനിക്ക് ആവശ്യമുള്ളതിനെ ഞാൻ അങ്ങോട്ട് ഇറക്കി. ഓക്കെ, അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഞാൻ +1 കൂടി ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ ആരൊക്കെയാണ്? 17 + 1 കൊണ്ടും അതുപോലെ തന്നെ 17 - 1 കൊണ്ടും ഡിവിസിബിളാണ്. അതായത് 18 കൊണ്ടും ഡിവിസിബിളാണ്, 16 കൊണ്ടും ഡിവിസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് അപ്പോൾ 18 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിമൈൻഡർ എന്താണ്? 1 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 47 പ്ലസ് 43 ആൻഡ് 47 പ്ലസ് 43 അപ്പോൾ ഇവിടെ നോക്കിക്കേ, 47 പ്ലസ് 43 ഇവിടെ n എന്ന് പറയുന്നത് 43 ആണ്. 43 എന്ന് പറയുന്നത് എന്താണ്? 43 എന്ന് പറയുന്നത് ഇവിടെ ഓഡാണ്. ഓക്കെ, 43 എന്ന് പറയുന്നത് ഇവിടെ ഓഡാണ്. അപ്പോൾ ഓഡായ സ്ഥിതിക്ക് നമുക്ക് ഇതെന്ത് വെച്ചായിരിക്കും ഡിവിസിബിൾ ആയിരിക്കുക? ഓഡാണെങ്കിൽ ഇവിടെ ഡിവിസിബിൾ a പ്ലസ് ബി കൊണ്ടായിരിക്കും ഡിവിസിബിൾ വരുന്നത്. അതായത് 47 പ്ലസ് 43 എന്ന് പറയുന്നത് എന്താണ്? 47. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഇങ്ങനെയാണ്: 47 - 43, 47 + 43, 47 പ്ലസ് 43 പിന്നെ നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇവിടെ ആരെ കൊണ്ടാണ് ഡിവിസിബിൾ ആകുന്നത്? 47 + 43 കൊണ്ടാണ് ഡിവിസിബിൾ ആകുന്നത്.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിലോ, ഇവിടെ 47 എന്ന് പറയുന്ന ഓഡാണ്, ഇവിടെ നടുക്ക് പ്ലസ് ആണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ആകുന്നത് A+B കൊണ്ടാണ്, അതായത് 47 + 43 കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 47 + 43 ആണ് വരിക. ഓക്കെ, ഇനിയിപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് അറിയാവുന്നത് വെച്ച് ചെയ്യാം. കണക്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിടരുത്. നമ്മൾ അറിയാവുന്ന ആ 3 പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യണം. ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യണ കാര്യം ഓർക്കാം. വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ, അതായത് സം നമ്പർ റേസ് ടു പവർ, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ അതാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് n is a natural number then 9^2n minus 4^2n is always divisible by. ഇവിടെ നോക്കിക്കേ, സം നമ്പർ ഹോൾ റേസ് ടു പവർ, നമ്മുടെ ആ A⁻n മൈനസ് B⁻n ഫോമിലേക്ക് എടുക്കുന്നത്, A⁻n മൈനസ് B⁻n ഫോം. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ് അല്ലേ? സംശയമില്ലല്ലോ, 2n എന്ന് പറയുന്നത് ഈവൻ ആണ്. അപ്പോൾ ഇത് ആരെ കൊണ്ടൊക്കെ ഡിവിസിബിൾ ആയിരിക്കും? 9 - 4 കൊണ്ടും 9 + 4 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അതായത് 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും, പിന്നെയോ 13 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ 2 ഓപ്ഷൻസും വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. 5 ആൻഡ് 13 ആണ് കറക്റ്റായിട്ട് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇഫ് 10 ഫാക്ടോറിയൽ ഈസ് ഡിവിസിബിൾ ബൈ 3^n ദെൻ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് n. അപ്പോൾ 10 ഫാക്ടോറിയൽ 3^n കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിന് വരാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 10 ഫാക്ടോറിയലിൽ 10 എടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ ആദ്യം 3 വയ്ക്കുക, അടുത്തത് 10/3² കയറ്റുക, അടുത്തത് 10/3³ കയറ്റുക, പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്കിത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമുക്കറിയണം. അപ്പോൾ ഈ 10/3 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കോഷ്യൻ്റ് കിട്ടുന്നത് നമുക്ക് നോക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ 10 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 3 × 3 ആണ് 9 വരുന്നത്, റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഈ 3 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 3 കിട്ടി. ഇനി 10നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കോഷ്യൻ്റ് 1, 9, 1. ഓക്കെ, 10 27 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ എന്താ വരിക? ഓക്കെ, 0. ഇവിടെ 0 ആണ്, പ്ലസ് എക്സെട്ര പോകാൻ പറ്റൂ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമല്ലോ, 0 ആയി. അപ്പോൾ അവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 3 + 1 + 0 എന്ന് പറയുന്നത് 4 ആയിരിക്കും ആൻസർ. മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഫാക്ടോറിയലിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എപ്പോഴാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന 0.0 സംതിങ് ആ ഒരു 0 ആ ഒരു റേഞ്ച് വരുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം കൂടി ഇതുപോലെ നമുക്ക് നോക്കാം. ഇവിടെ 100 ഫാക്ടോറിയൽ ഈസ് ഡിവിസിബിൾ ബൈ 7^n ദെൻ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് n ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 7² പ്ലസ് 100 ഡിവൈഡഡ് ബൈ 7³ പ്ലസ് എക്സെട്ര. ഇതെവിടെ അവസാനിക്കും നമുക്ക് നോക്കാം. അപ്പോൾ 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 14 ആണ് കിട്ടുക. ഓക്കെ, പ്ലസ് അടുത്തത് 100 ഡിവൈഡ് ബൈ 7², അതായത് 14 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. പ്ലസ് 100 ഡിവൈഡ് ബൈ 7³ ചെയ്യുമ്പോൾ എന്താണ്? 0 കിട്ടും. അപ്പോൾ 14 + 2 എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. ഓക്കെ അല്ലേ? അതായത് 100 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. ദാറ്റ് മീൻസ് 7 3 0 4 28 2. പിന്നെ പോയിൻ്റ് അങ്ങോട്ടേക്ക് പോകും. അപ്പം നമ്മൾ ആ ഇതേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, 14 എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 100 ഡിവൈഡഡ് ബൈ 7² 49 ആണെങ്കിൽ ഇവിടെ എന്താണ്? 49 × 2 ജസ്റ്റ് നോക്കിക്കേ. 49 × 2 എന്ന് പറയുന്നത് 18. 4 × 2 8 + 1 9 98. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പോൾ 2 എടുക്കുക. ഇനിയിപ്പോൾ 100 ഡിവൈഡ് ബൈ 7³ എന്ന് പറയുമ്പോൾ എന്താണ്? 100ന് മേലേക്ക് പോയി. അപ്പോൾ ഒന്നും നോക്കണ്ട, ഡിവൈഡ് ചെയ്യുകയും വേണ്ട, നമുക്കത് എന്താക്കാം? 0 ആക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇവിടെ നോക്കാം, GCD ഓഫ് 2⁻7 ഇൻറ്റു 3⁵5 ഇൻറ്റു 5�6 ഇൻറ്റു 13⁻13ൻ്റെയും 2⁵5 ഇൻറ്റു 3⁻7 ഇൻറ്റു 5�3 ഇൻറ്റു 13⁻6ൻ്റെയും GCD ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഡിവൈഡ്സ് ഈച്ച് ഓഫ് ദം എക്സാക്ട്ലി. അപ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് അല്ലെങ്കിൽ GCD ആണോ ചോദിച്ചേക്കുന്നത്. GCD, G എന്താണ്? ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും സ്മോളസ്റ്റ് എടുക്കുക. അപ്പോൾ എന്താണ്? 2⁵5. ഇനി 3⁵5ഉം 3⁻7ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് 3⁵5 ഇൻറ്റു 5�6ഉം 5³ എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് 5³ ഇൻറ്റു 13⁻3ഉം 13⁻5ഉം എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് 13⁻3. ഇതാണ് എന്ത് വരിക? നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 2 × 3 ⁵5 ഇൻറ്റു 5 × 13 ⁵3 എന്ന് എടുക്കാം. അതായത് 6⁵5 ഇൻറ്റു 5 × 13 എന്ന് പറയുന്നത് 65⁻3 ആയിരിക്കും ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കണം. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് 390, 6⁴ ഇൻറ്റു 65⁻3, 6⁵5 ഇൻറ്റു 65⁻3, 6⁻7 ഇൻറ്റു 65⁻6. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് വേണം നീങ്ങാനായിട്ട്. ഇവിടെ വരെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ എന്താണ് അടുത്തത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, HCF അത് തന്നെയാലോ നമ്മുടെ GCD. അപ്പോൾ ഇവിടെ എന്താണ്? 2⁵5 ആണോ 2³ ആണോ 2² ആണോ ഏറ്റവും ചെറുത്? 2² എടുത്തു. ഇനി അടുത്ത 3 ആണോ 3⁴ ആണോ 3³ ആണോ ചെറുത്? 3 ഇൻറ്റു 5² ആണോ 5 ആണോ 5⁴ ആണോ 5 ഇൻറ്റു അടുത്തത് ഇവിടെ നോക്കിക്കേ 7 ഉണ്ട്. ഇവിടെ എന്തായിരിക്കും? 7⁻0 ആയിരിക്കും, അതായത് 1 ആയിരിക്കും. ഇവിടെയും ആ ടേം ഇല്ല, അപ്പം നമുക്കതിന് 7⁻0 എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഏറ്റവും ചെറുത്? 7⁻1 ആണോ 7⁻0 ആണോ? 7⁻0. അതെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അവിടെ ഇൻറ്റു 1 ചേർത്താലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 2⁻2 × 3 × 5, ദാറ്റ് മീൻസ് 4 × 3 × 5 എന്ന് പറയുന്നത് 60 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ LCM എന്ന് പറയുമ്പോൾ ലോവസ്റ്റ്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എടുത്ത് പോകാനായിട്ട് ഓർക്കുക. 2³ ആണോ 2⁴ ആണോ 2² ആണോ വലുത്? 2⁴ ഇൻറ്റു 3² ആണോ 3 ആണോ 3⁵5 ആണോ വലുത്? 3⁻7. ഇനി അടുത്തത് 5 ആണോ 5³ ആണോ? ഇവിടെ 5⁻0 ആയിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി 5³ ആണ് വലുത്. അടുത്തത് നമുക്ക് നോക്കുവാണെങ്കിൽ 7 ആണോ 7² ആണോ 7⁻4 ആണോ? 7⁻4 ആണ് വരിക. അപ്പോൾ ആൻസർ വരുന്നത് 2⁻4 ഇൻറ്റു 3⁻7 ഇൻറ്റു 5³ ഇൻറ്റു 7⁻4 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊരു പ്രോബ്ലമാണ്. ലെറ്റ് A is equal to P1⁻A1 ഇൻറ്റു P2⁻A2 എക്സെട്ര PK⁻AK. B എന്ന് പറയുന്നത് P1⁻B1 ഇൻറ്റു P2⁻B2 ഇൻറ്റു എക്സെട്ര PK⁻BK, where P1, P2 എക്സെട്ര PK ആർ പ്രൈം. ആൻഡ് ഇവിടെ A1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ B1 ആണ്. ബാക്കിയെല്ലാം AIസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു BIs ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. GCD ഓഫ് ഈ രണ്ടിൻ്റെയും GCD ആണ് കാണാനായിട്ട് പറഞ്ഞേക്കുന്നത്. GCD ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ചെറുത്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്പർ കമ്പയർ ചെയ്യുമ്പോൾ P1⁻A1 ആണോ P1⁻B1 ആണോ ചെറുത്? P1⁻B1 ആണല്ലേ. അപ്പോൾ P1⁻B1. അടുത്തതിലേക്കോ AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI. അപ്പോൾ P1⁻A2 ഇൻറ്റു
ഇവിടെ P2 ആണ്. P2 റേസ് ടു A2 ഇൻറ്റു P3 റേസ് ടു A3 ഇൻറ്റു എക്സെട്ര PK റേസ് ടു AK. ഇനിയിപ്പോൾ ഇവിടെ LCM ആണ് പറഞ്ഞേക്കുന്നതെങ്കിലോ എന്ത് വരും? ഏറ്റവും വലുത്. അപ്പോൾ വലുതെന്ന് പറയുമ്പോൾ P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു വലുത് എന്ന് പറയുമ്പോൾ B1 ഇൻറ്റു P3 B2 ഇൻറ്റു P3 റേസ് ടു B3 ഇൻറ്റു എക്സെട്ര PK റേസ് ടു BK ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ LCM ഓഫ് 2/3, 20/7, 64/81, 8/9. അപ്പോൾ ഇതിൻ്റെ LCM ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ഫ്രാക്ഷൻസിൻ്റെ LCM നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. അതായത് നമ്മൾ ന്യൂമറേറ്ററിൻ്റെ LCM ഫൈൻഡ് ചെയ്യുക. LCM ഓഫ് ന്യൂമറേറ്റർ, അതായത് 2, 20, 64, 8ൻ്റെ LCM കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ബൈ അടിയിൽ HCF ഓഫ് ഡിനോമിനേറ്റർ 3, 7, 81, 9. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ HCF പെട്ടെന്ന് കിട്ടും. ഇവിടെ 7 അല്ല കേട്ടോ, ഇവിടെ 9 ആണ്. ഓക്കെ, 9 ആണ്. അപ്പോൾ 3, 9, 81, 9. HCF എന്താണ്? 3 ആണ്. ഇനിയിപ്പോൾ 2, 20, 64, 8 പിന്നെ നോക്കുവാണെങ്കിൽ 2, 20, 64, 8. നമുക്ക് 2 വെച്ച് പോവാം. 2 വെച്ച് പോവുകയാണെങ്കിൽ 1, 10, അതുപോലെ തന്നെ 32, 4. വീണ്ടും നമുക്ക് എന്ത് വെച്ച് പോസിബിളാണ്? 2 വെച്ച് പോസിബിളാണ്. അപ്പോൾ 1, 5, 16, 2. ഓക്കെ, വീണ്ടും നമുക്ക് 2 വെച്ച് പോവാം. 1, 5, 8, 1. 2 വെച്ച് പോയാൽ 1, 5, 4, 1. 2 വെച്ച് നോക്കിയാൽ 1, 5, 2, 1. വീണ്ടും 2 വെച്ച് നോക്കിയാൽ 1, 5, 1, 1. പിന്നെ 5 വെച്ച് പോയാൽ എന്ത് വരും? 1, 1, 1, 1. അപ്പോൾ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1, 2, 3, 4, 5, 6. 2 റേസ് ടു 6 ഇൻറ്റു 5 വരും. ഓക്കെ, 2 റേസ് ടു 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 320 ആണ് വരിക. ഓക്കെ, 320. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. HCF ഓഫ് 8/15, 4/5, 2/9. HCF ആണ്. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? HCF ഓഫ് 8, 4, 2 ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ 15, 5, 9. HCF ചോദിച്ചെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF കാണുക, ഡിനോമിനേറ്ററിൻ്റെ LCM കാണുക. LCM ചോദിച്ചേക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ LCM കാണുക, എന്താണോ ചോദിച്ചേക്കുന്നത് അത് ന്യൂമറേറ്ററിൻ്റെ അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ HCF ഓഫ് 8, 4, 2 എന്ന് പറയുന്നത് എന്താ? 2 തന്നെ. LCM ഓഫ് 15, 5, 9 എന്ന് പറയുന്നത് 15, 5, 9. 5 വെച്ച് നമുക്ക് പോയാൽ ഇവിടെ 3, 1, 9 വരും. 3 വെച്ച് പോയാൽ 1, 1, 3. വീണ്ടും 3 വെച്ച് പോയാൽ 1, 1, 1 കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 9 45 ആണ് വരിക. അപ്പോൾ 2/45 ആണ് എന്ത്? HCF ഓഫ് ഈ പറയുന്ന ഫ്രാക്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ LCM ഓഫ് 0.007, 2.1, 0.28. അപ്പോൾ നമ്മളിവിടെ LCM കണ്ടുപിടിക്കുകയാണ്. അവിടെ ഈ പോയിൻ്റാണ് വന്നേക്കുന്നത്, പോയിൻ്റ് ഡിജിറ്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റിന് മാറ്റാം. ഇവിടെ LCM ഓഫ് 0.0079 എനിക്ക് ഇൻറ്റിജറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 7 കിട്ടും. 2.1 അതോ എന്ത് 1000 വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്തത്, ദെൻ എല്ലാത്തിനെയും 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഏറ്റവും വലിയ നമ്പറിനെ എന്ത് വെച്ചാണ് ചെയ്തത്? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 2, 1, 10. അടുത്തതാണെങ്കിലോ 2, 8, 0. ഓക്കെ, 2, 1, 0, 0, 2, 8, 0. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. 7, 2100, 280യുടെ LCM ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM നമുക്ക് 4200 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് ഇതിലേക്ക് എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 0യും ഈ 0യും ഈ 0 ക്യാൻസലായി നമുക്ക് 4.2 നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ പോയിൻ്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റിജർ ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1000 വെച്ചാണ് ഏറ്റവും കൂടുതൽ പറ്റുക. ഇവിടെ 100 വെച്ച് പറ്റും, ഇവിടെ 10 വെച്ച് പറ്റും, ഇവിടെ 1000 വെച്ച് പറ്റും. അപ്പോൾ ഏറ്റവും വലുത് തന്നെ എടുക്കുക, ആ വലുത് തന്നെ എല്ലാ ഡിജിറ്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന LCMത്തിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യണം, കാരണം ഇത് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. HCF ഓഫ് 0.1, 2.5, 0.45 ആണ്. അപ്പോൾ ഇവിടെ 0.1, 2.5, 0.45 ഇതിന് ഇൻറ്റീജർ ആക്കണമെങ്കിൽ 100 വെച്ചാണ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെയും എന്ത് വെച്ച് ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്ത് വരും? HCF ഓഫ് ഇവിടെ 45 വരും, ഇവിടെയോ 1, 2, അപ്പോൾ 250 വരും, ഇവിടെയോ 1, 2, അപ്പോൾ 10 വരും. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ HCF കാണും. ഇതിൻ്റെ HCF നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തായിരിക്കും HCF വരിക? 5 ആയിരിക്കും HCF വരിക. നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? നമ്മളൊരു ഇൻറ്റു 100 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. അത് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0.05 ആയിരിക്കും ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ റിലേഷൻ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ദ GCD ഓഫ് 2 numbers? ഓക്കെ, ഇവിടെ നമ്മളോട് ഇഫ് GCDനെയാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് GCD ഓഫ് ABയും GCD ഓഫ് ACയും 1 ആണെങ്കിൽ GCD ഓഫ് ABC എന്ന് പറയുന്നത് 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതായത് എൻ്റെയും ബിൻ്റെയും GCD 1 ആകുന്ന ഒരു എയും ബിയും ചൂസ് ചെയ്യുക. ഞാൻ 1ഉം 3യും ചൂസ് ചെയ്തു, അവരുടെ GCD എന്താണ്? 1 ആണല്ലേ. ഇനി വേറൊരു നമ്പർ ചൂസ് ചെയ്യാൻ ഞാൻ 1ഉം 2ഉം ചൂസ് ചെയ്തു, അവരുടെ GCD 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1ൻ്റെയും 3 × 2 6ൻ്റെയും GCD എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, ട്രൂ ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം എക്സാമ്പിൾ എഴുതി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എന്തായി? ട്രൂ ആയി. ഇനി നെക്സ്റ്റ് നോക്കാം. ഇഫ് GCD ഓഫ് 2n എന്തും ആയിക്കോട്ടെ, 2 ആയിട്ടുള്ള ഏതൊരു n ഓഡ് ഇൻറ്റീജറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2ഉം 3യും GCD എന്താ? 1. 2ഉം 5ഉം GCD എന്താ? അതും 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബിയും എന്താണ്? ശരിയാണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. GCD ഓഫ് എയും 1ഉം അതുപോലെ തന്നെ GCD ഓഫ് 1ഉം എയുടെയും GCD എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അതും ശരിയാണ്. ഇനി GCD ഓഫ് എയും 0യും അതുപോലെ തന്നെ 0യും എൻ്റെയും GCD എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കുമോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത്? തെറ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഡിവിസിബിലിറ്റി ആൻഡ് GCD? ഫസ്റ്റ് വൺ, ഇഫ് എ ഡിവൈഡ്സ് BC ആൻഡ് ഇഫ് GCD ഓഫ് AB = 1 ദെൻ A ഡിവൈഡ്സ് C എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ A 1 B 2 ആയിട്ട് എടുത്തു. ഇവരുടെ GCD എന്താ? 1 ആണ്. ഈ പറയുന്ന 1
പിന്നെ സി ആയിട്ട് ഞാൻ എന്തെടുത്തു, കാരണം എ ഡിവൈഡ്സ് ബി സി ആവണം. അപ്പോൾ ഞാൻ സി ആയിട്ട് 3 എടുത്തു. അപ്പോൾ 1 ഡിവൈഡ് 6 ആണ് ജി സി ഡി ഓഫ് എയും ബിയും, അതും 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡിവൈഡ് സി ആണോ? 1 ഡിവൈഡ്സ് 3 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ എന്താണ് ശരിയാണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു 1, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എ 1 ആയിട്ടെടുത്തു, ബി 2 ആയിട്ടെടുത്തു, സി 3 ആയിട്ടെടുത്തു. അപ്പോൾ ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്ന 1 ആണ്, ജി സി ഡി ഓഫ് എ സി എന്ന് പറയുന്ന 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് 1ഉം ബി സി എന്ന് പറയുന്നത് എന്താ, 2 × 3 6, ഇതിൻ്റെ ജി സി ഡി എന്താണ്, 1 തന്നെയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ, ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ പ്ലസ് ബിൻ്റെയും എ മൈനസ് ബിൻ്റെയും ജി സി ഡി ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3. ഓക്കെ, അപ്പോൾ എൻ്റെയും ബിൻ്റെയും 1 ആണെങ്കിൽ എന്താണ്, എ പ്ലസ് ബിയും എ മൈനസ് ബിയും ജി സി ഡി എന്തായിരിക്കും, 1 അല്ലെങ്കിൽ 3 ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഞാനിവിടെ 2 എടുത്തേ, ബി എന്ന് പറയുന്നത് 3 എടുത്തു, ഇവരുടെ ജി സി ഡി എന്ന് പറയുന്നത് 1 ആണ്. ഇനി എ പ്ലസ് ബി എന്ന് പറയുന്നത് 5, എ മൈനസ് ബി എന്ന് പറയുന്നത് -1 ആണ്, വിച്ച് ഈസ് ഇക്വലൻ്റ് ടു ജി സി ഡി എടുക്കുമ്പോൾ 5ഉം 1ഉം ആയിട്ട് എടുക്കാം. ജി സി ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇനി നമുക്ക് വേറെ ഡിജിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിജിറ്റ് നമുക്കിപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തായിട്ട് എടുക്കാം, 2ഉം ബി എന്ന് പറയുന്നത് ജസ്റ്റ് 15 എടുത്ത് നോക്കാമേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ജി സി ഡി 1 ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 17, എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ 17, എ മൈനസ് ബി എന്ന് വെച്ചാൽ 2 മൈനസ് 15 ആണ്, -13, ഞാൻ 13 എടുത്തു. ഇവരുടെ ജി സി ഡി എന്ത് തന്നെയാണ്, 1 ആണ്. അപ്പോൾ 2 കിട്ടാൻ പാകത്തിനൊരു ജി സി ഡി എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, വേറൊരു നമ്പർ എടുക്കാമേ. ഇവിടെ ഞാൻ എയ്ക്ക് ഇപ്പോൾ 8 എടുത്ത് നോക്കാം, ബിക്ക് ഞാനൊരു 2 എടുത്തു. അപ്പോൾ ഇവിടെ എ പ്ലസ് ജി സി ഡി എന്ന് പറയുന്നത് 2 വരുമല്ലോ അല്ലേ, നമുക്ക് 1 അല്ലേ വരണ്ടേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, വേറെ ഏത് എക്സാമ്പിൾ നമുക്ക് പറ്റുമോ, 5ഉം 9ഉം നോക്കിയാലോ. 5ഉം 9ഉം ആണെങ്കിൽ ഈ രണ്ട് ജി സി ഡി എന്ന് പറയുന്നത് 1 ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 14ഉം എ മൈനസ് ബി എന്ന് പറയുന്നത് 4ഉം ആണ്. ഓക്കെ, -4 ആണ്, ദാറ്റ് മീൻസ് 4. ഇവരുടെ ജി സി ഡി നോക്കിക്കേ, 2 ആണ്, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ 2 ആണ്. അപ്പോൾ 1ഉം വരുന്നുണ്ട്, പിന്നെ വരുന്ന പോസിബിലിറ്റി എന്താണ്, 2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഐദർ 1 or 2 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്നും മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി 1 ആണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിൻ്റെയും എ മൈനസ് ബിൻ്റെയും ജി സി ഡി ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് തെറ്റ്. പിന്നെ അടുത്ത ഓപ്ഷൻ, ഇഫ് ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് 1 ആണ്, ഡി ഡിവൈഡ്സ് എ പ്ലസ് ബി ആണ് എങ്കിൽ ദെൻ ജി സി ഡി ഓഫ് എ ഡിയും ജി സി ഡി ഓഫ് ബി ഡിയും എന്താണ്, 1 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എയും ബിയും നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ചൂസ് ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ 2 എടുത്തു, ബി എന്ന് പറയുന്നത് 3 എടുത്തു, ഇവരുടെ ജി സി ഡി 1 ആണ്. ഡി ഡിവൈഡ്സ് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഞാൻ ഡി, എ പ്ലസ് ബി എന്ന് വെച്ചാൽ 5 ആണ്. അപ്പോൾ 5നെ ഡിവൈഡ് ചെയ്യുന്നൊരു നമ്പർ ആവണം ഡി. അപ്പോൾ ഞാൻ ഡി 5 തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ഡി എന്ന് പറയുന്ന 1 ആണ്, ജി സി ഡി ഓഫ് ബി ഡി എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായില്ലേ. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലെറ്റ് എക്സ് വൈ ബി റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റിജേഴ്സ് ദെൻ ജി സി ഡി ഓഫ് 2x + y, 5x + 3y എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സും വൈയും റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ 2x + yൻ്റെയും 5x + 3yൻ്റെയും ജി സി ഡി എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റിജേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാം. റിലേറ്റീവ്ലി പ്രൈം ആവണം. അപ്പോൾ ഞാൻ എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും വിളിച്ചു. ഇത് പ്രൈമായിട്ടുള്ള ഇൻറ്റിജേഴ്സാണ്, റിലേറ്റീവ്ലി പ്രൈമാണ്, അതായത് ജി സി ഡി 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ജി സി ഡി ഓഫ്
2 ഇൻറ്റു 2 4 പ്ലസ് 3 എന്ന് പറയുന്നത് 7, 5x പ്ലസ് 3y. 5 ഇൻറ്റു 2 10 പ്ലസ് 3 ഇൻറ്റു 3 9, ദാറ്റ് മീൻസ് 19. അപ്പോൾ GCD ഓഫ് 7 and 19 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ കണ്ട പോലെ തന്നെയാണ്. ലെറ്റ് എ ബി ഡിനോട്ട് ദ GCD ഓഫ് 2 നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിയർ എ ബി സി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഫസ്റ്റ് വൺ GCD ഓഫ് എ ബി കോമ സി എന്ന് പറയുന്നത് GCD ഓഫ് എ കോമ GCD ഓഫ് ബി സി ആണോ എന്നാണ്. അതുപോലെ തന്നെ GCD ഓഫ് എ സി കോമ ബി സി ഈക്വൽ ടു GCD ഓഫ് എ കോമ ബി ഇൻറ്റു സി ആണോ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇഫ് GCD ഓഫ് എ ബി ഈക്വൽ ടു GCD ഓഫ് എ സി ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ GCD ഓഫ് എ ബി സി എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഡീത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഇഫ് GCD ഓഫ് എ ബി എന്ന് പറയുന്നത് 1 ആണ്, ദെൻ GCD ഓഫ് എ പ്ലസ് ബി എ മൈനസ് ബി എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ പഠിച്ചിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ എന്താ വരിക, 2 ആണ് വരിക. അപ്പോൾ ഈ ഓപ്ഷനാണ് തെറ്റ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് എന്താണ് ശരിയാണെന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന പോലെ എന്താണ് നമുക്ക് ഓപ്ഷൻസ് ഈ പറയുന്ന പോലെ നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ഡി ശരിയാണെന്ന് കിട്ടുക.